ഹായ് എവരി വൺ. അപ്പം ഇന്ന് ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ രാവിലെ തന്നെ അവൾ എണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവളെ അവിടെ തന്നെ കിടത്തി. പിന്നെ എടുക്കാൻ നിന്നില്ല. എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾ ഉറങ്ങില്ല. അവൾ പിന്നെ അവിടെ കിടന്നു കഴിഞ്ഞാൽ രാവിലത്തെ മപ്പിൽ അങ്ങനെ ഉറങ്ങിക്കോളും. പിന്നെ റയാനും മദ്രസയിൽ പോകാൻ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ റയും മദ്രസയിൽ പോയി. പിന്നെ നേരെ ഞാൻ അടുക്കളയ്ക്കാണ് പോയത്. മാവിന് ഇഡ്ഡലിക്ക് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊന്തിയോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ക്യൂരിയോസിറ്റിയാണ്. പക്ഷേ പൊന്തിയിട്ടുണ്ടായിരുന്നില്ല. തണുപ്പുകൊണ്ടാണോ എന്നറിയില്ല. ഉഴുന്ന് മാറിയിട്ടുണ്ടായിരുന്നു. മാവിൽ തിടുമ്പോൾ കറക്റ്റ് ആയാലുണ്ട്. പക്ഷേ ഇതിപ്പോൾ കടയത്തെ ആയപ്പോൾ ഇതിൻ്റെ അറിവറിയാത്ത കാരണം അതുകൊണ്ടാണെന്ന് തോന്നുന്നു. പൊന്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇഡ്ഡലിക്ക് തന്നെ വെച്ചു. അപ്പോൾ ആദ്യം തന്നെ ഓയിൽ ബ്രഷ് ചെയ്തു. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എടുത്താൽ കിട്ടില്ല. അപ്പോൾ ആദ്യം ഓയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് വിട്ടിട്ട് പിന്നെ മാവൊക്കെ ഒഴിച്ചു വെച്ചു. ഒഴിച്ച് നല്ല പേടിയുണ്ട്. കാരണം പൊന്താത്ത കാരണം ഈ ഇഡ്ഡലി ബലം വെക്കുമെന്ന്. പിന്നെ അത് ആലോചിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ അത് വേഗം വെച്ചിട്ട് പിന്നെ കറിക്കുള്ളത് നോക്കി. കുറച്ച് ചിക്കൻ്റെ കഷ്ണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിട്ടിട്ട് കിഴങ്ങോട്ട് കറിയാക്കാമെന്ന് കരുതി. കുട്ടികൾക്ക് ചിക്കനൊന്നും വേണ്ട, കിഴങ്ങ് മതി. അപ്പോൾ പിന്നെ ആ കിഴങ്ങിട്ടിട്ട് സ്കൂളിലേക്കും കൊടുത്തു വിട്ടു. അതന്നെ കൊടുത്തു വിട്ടത്. പിന്നെ വീട്ടിൽ നിന്ന് കഴിക്കാൻ പിന്നെ ഇഡ്ഡലി വെച്ചില്ല, ദോശ ഇട്ട് കൊടുത്തു. പിന്നെ അടുക്കള ക്ലീനാക്കി പിന്നെ അവരെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു. അതിൻ്റെ ഇടയിലൊന്നും റേഡിയോ എടുക്കാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. പിന്നെ അടുപ്പിൽ വെള്ളമൊക്കെ വെച്ച് പിന്നെ ക്ലീൻ ആക്കാൻ നിൽക്കാമെന്ന് കരുതി. പുറത്തേക്ക് ഇറങ്ങണതിൻ്റെ മുള്ളൊന്നും അടിച്ചു വാരി വിടാമെന്ന് കരുതി. അപ്പോൾ അതിന് വന്നപ്പോൾ ആദ്യം വാഷ് ബേസ് കഴുകാണ്ടായിരുന്നു, അത് കഴുകി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ലോണ്ടറി ബക്കറ്റ് കംപ്ലീറ്റ് ഫുള്ളായിരുന്നു. അപ്പോൾ പിന്നെ അത് തിരുമ്പാടാന്ന് കരുതി. തിരുമ്പാടുമ്പോൾ ഞാൻ ഈ ബോൾസ് ഇങ്ങനെ ഇടും. അപ്പോൾ വല്ലാതെ ഇങ്ങനെ കട്ടാവത്തില്ല. പിന്നെ ഞങ്ങളുടെ ഇട്ട ശേഷം പിന്നെ കുട്ടിൻ്റെ എടുത്തിട്ട് വന്നു. കുട്ടിൻ്റെ യൂറിനായതൊക്കെ സെപ്പറേറ്റ് ചെയ്തു, അല്ലാത്തതൊക്കെ ഇതിൻ്റെ കൂടെ ഇട്ടു. ഡെയിലി കുട്ടിൻ്റെ തിരുമ്പും. അപ്പോൾ വാഷ് മെഷീനിൽ ഇടുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ തന്നെ ഇടും, ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ സെപ്പറേറ്റ് ഒറ്റയ്ക്ക് തിരുമ്പും. പിന്നെ അതൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ പഞ്ചായത്തിൽ നിന്ന് കുറച്ച് കവറെടുക്കാൻ വരുന്നതിൻ്റെ കവറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് അതിലേക്ക് ഇട്ട് വെച്ചു. പിന്നെ മുറ്റൻ നടക്കണവിടെ മാത്രമേ അടിക്കുള്ളൂ, ബാക്കിയൊക്കെ തേങ്ങ കൂട്ടിയിരിക്കായിരുന്നു മുറ്റത്ത്. പിന്നെ അവിടെ ഒന്നും അടിക്കാനില്ല. പിന്നെ ഉള്ളിലേക്ക് അടിക്കാൻ കയറിയപ്പോൾ റൂമിലൊക്കെ ഇങ്ങനെ മാറാല കെട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്നരാടം തട്ടിയാലും വരും, വെട്ടുകാലികൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ എപ്പോഴും തട്ടിവിടുക ചെയ്യുക. അപ്പോൾ കൊന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും കൂട്ടുമല്ലോ എന്ന് എഴുതിയിട്ട് കൊന്നു. നിവർത്തിയില്ലാതെ കൊന്നു. പിന്നെ അടിച്ചു വാരുന്നതിൻ്റെ ഇടയിൽ കുട്ടി എണിച്ചു. ഈ കബോർഡ് നീക്കണതിൻ്റെയൊക്കെ ശബ്ദം കേട്ടിട്ട് അവൾ എണിച്ചു. പിന്നെ അവൾ എണിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്തായാലും ബെഡ്ഷീറ്റ് മാറ്റാനായിട്ടുണ്ട്. വീക്ക്ലി വൺസ് ഞാൻ ബെഡ്ഷീറ്റ് മാറ്റും. അപ്പോൾ ഞാൻ പിന്നെ മൺഡേ ആണ്, ഞാൻ അധികം മൺഡേ തന്നെ മാറ്റാറും. കാരണം സൺഡേ എന്തായാലും കുട്ടികളൊക്കെ ഉണ്ടാവും. പിന്നെ അതിലിങ്ങനെ കയറി കടന്നിട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ മൺഡേ മാറ്റിയല്ലേ നല്ലത് എന്ന് കരുതിയിട്ട് മൺഡേ തന്നെയാണ് അധികം മാറ്റുക. പിന്നെ തീരെ നിവർത്തിയില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ മാത്രം ഞാൻ മാറ്റില്ല. പിന്നെ അതൊക്കെ മാറ്റി. പിന്നെ കുട്ടിയുടെ തൊട്ടി മാറ്റാനായിട്ടുണ്ടായിരുന്നു. തൊട്ടി നെറ്റൊക്കെ മാറ്റി അതൊക്കെ തിരുമ്പാനിട്ട് പുതിയ തൊട്ടി വിട്ടു. അവൾ തൊട്ടിയിലധികം കിടക്കലില്ല. ചിലപ്പോൾ കുളി കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് കിടന്നാൽ കിടക്കും. അപ്പോൾ എപ്പോഴെങ്കിലും മാറ്റേണ്ടി വരലുള്ളൂ. 2-3 തവണയൊക്കെ മൂത്രമായി കഴിഞ്ഞാലേ ഞാൻ മാറ്റാറുള്ളൂ. പിന്നെ അതൊക്കെ മാറ്റി അതിൻ്റെ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നെ അടിച്ചു വാരി ഒന്നുകൂടി എടുത്തിട്ട് പിന്നെ മുകളിൽ അടിച്ചു വരാൻ കയറി. മുകളിൽ ഞാൻ ഡെയിലി ഒന്നും അടിക്കാറില്ല. അപ്പോൾ കയറി ബാൽക്കണിയിൽ എന്തായാലും പൊടി ഉണ്ട്. അപ്പോൾ അതാദ്യം അടിച്ചെടുത്തു. പിന്നെ റൂമിൽ ജനലുകളുടെ കമ്പിയിലൊക്കെ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടിച്ചു വാരിയിട്ട് പിന്നെ താഴത്തേക്ക് അങ്ങനെ ഇറങ്ങി. പിന്നെ ഇന്ന് തുടയ്ക്കുന്നില്ല, ഞാൻ ഡെയിലി തുടയ്ക്കാറൊന്നുമില്ല. ഒരു ദിവസം അടിക്കും, ഒരു ദിവസം തുടയ്ക്കും, അങ്ങനെയാണ്. പിന്നെ വെള്ളം കോരാനായിട്ടുണ്ടായിരുന്നു. 2 കുടവും വെള്ളം ഉണ്ടായിരുന്നില്ല ചോറിനൊക്കെ വെള്ളം എടുത്തപ്പോൾ. പിന്നെ അതൊക്കെ കോരി വെച്ച് പിന്നെ സ്രാമ്യം വെള്ളത്തിലിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ പിന്നെ അതിലേക്ക് മസാല ആക്കി കുറച്ച് ഉള്ളി ചതച്ച് ചേർത്തു. അപ്പോഴത്തേക്ക് അവൾ എണിച്ചു, ഇക്ക വരികയും ചെയ്തു. പിന്നെ ഒക്കെ ചെടി നനയ്ക്കാൻ വന്നപ്പോൾ ഒരു പൂവൊക്കെ വെച്ച് അവൾ ചെവിയിൽ വെച്ച് കൊടുത്തു. പിന്നെ ഒക്കെ വന്നിട്ട് ചെടി നനച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വന്ന് അടുപ്പ് പിടിപ്പിച്ച് തന്നു. എനിക്കാണ് അധികം അടുപ്പ് പിടിപ്പിച്ച് തരാറ്. പിന്നെ ഒക്കെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിടിപ്പിക്കും. പിന്നെ ഒക്കെ പോണ പോക്കിന് എനിക്ക് പനങ്ങൽക്കണ്ട് വാങ്ങി തന്നു. കുട്ടിക്ക് ഇനി കുറുക്ക് കൊടുക്കണ്ടല്ലോ. അപ്പോൾ അത് വേഗം പാവ് കാച്ചി വെച്ചു. അതിനിടയിൽ പിന്നെ അടുപ്പ് ചൂടായപ്പോൾ സ്രാവ്മയും പൊരിച്ച് അതുപോലെ വഴുതനങ്ങയും പൊരിച്ച് വെച്ചു. പിന്നെ അവളെ കരയാൻ തുടങ്ങിയപ്പോൾ കുളിപ്പിച്ച് പിന്നെ അവളെ മാറ്റി കൊടുക്കാമെന്ന് കരുതി. മുകളിലാണ് അവളുടെ ഉടുപ്പൊക്കെ സെറ്റ് ചെയ്യാൻ. അപ്പോൾ മുകളിൽ പോയി ഉടുപ്പൊക്കെ എടുത്തിട്ട് വന്നു. പിന്നെ അവളെ മാറ്റി കൊടുക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിച്ചില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ കൺമഷി കഴുകുന്ന സമയത്ത് കിലുക്ക വായിൽ വെച്ചിട്ടൊക്കെയാണ് കളിപ്പിക്കാറ്. പിന്നെ ഇതായിരുന്നു ഉടുപ്പ്. മീഷോന്ന് വാങ്ങിയാൽ നല്ല ഉടുപ്പായിരുന്നു. പിന്നെ അതൊക്കെ മാറ്റി കൊടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കേക്കൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് കുറച്ച് ഫോട്ടോസ് എടുത്ത് പിന്നെ ഒക്കെ കുറുക്ക് കൊടുക്കാനിരുന്നു. അല്ലാതെ ഒന്നും കഴിച്ചില്ല, തുടക്കമല്ല, പിന്നെ കഴിക്കുമായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കൊടുത്തിട്ട് ബാക്കി പിന്നെ ഞാൻ അതിൽ വന്ന സിറപ്പൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ രാവിലത്തെ ഇന്നലത്തെ ചോറൊക്കെ തിളപ്പിച്ചു കൂട്ടി. രാവിലെ വെച്ചത് ഊറ്റാറായിട്ടില്ല. അപ്പോൾ ബാക്കി പണികളൊക്കെ കഴിച്ചു, അടുക്കളയൊക്കെ ക്ലീനാക്കി. പിന്നെ കുറച്ച് പാത്രങ്ങൾ എടുത്തേക്കാണ്ട് ചോറ് വാർക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പോയി കുളിക്കാമെന്ന് കരുതി. അവൾ ഉറങ്ങാണ്. കുളിക്കാൻ പോയപ്പോൾ ബാത്റൂം കുറച്ച് ക്ലീനാക്കാനുണ്ടായിരുന്നു, ബാത്റൂം കഴുകി വിടാനുണ്ട്. അപ്പോൾ പിന്നെ മൊത്തത്തിലൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് കരുതിയിട്ട് ബാത്റൂം കഴുകി വിട്ടു. പിന്നെ അതുപോലെ വാഷ് ബേസിൽ ക്ലോസറ്റിലൊക്കെ ഒരു സ്മെല്ലിനുള്ളൊരു സംഭവമാണ് മീഷോ എന്ന് വാങ്ങി. അതും നല്ല സ്മെല്ലുള്ള സാധനമാണ്. അപ്പോൾ അതും വെച്ചിട്ട് പിന്നെ ഞാൻ കുളി കഴിഞ്ഞിട്ട് വന്നു. തോരടാണ്ടായിരുന്നു തുണികളൊക്കെ രാവിലെ തിരുമ്പിയത്. അപ്പോൾ അതൊക്കെ തോരിട്ടു. തിരുമ്പാൻ ബെഡ്ഷീറ്റൊക്കെ എടുത്തത് തിരുമ്പാനും ഇട്ടു. പിന്നെ എടുത്ത തുണികളൊക്കെ മടക്കി വെച്ചു. ഇതൊക്കെ കഴിഞ്ഞ് ചോറും വാർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒക്കെ വന്നു.
പിന്നെ തിരുമ്പ ഇടുന്ന സമയത്ത് ഞാൻ പില്ലോ കവറിൻ്റെ സിപ്പൊക്കെ ഇടും, ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ആ ബോൾസൊക്കെ കയറും, പിന്നെ നൂലൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങും. പിന്നെ അത് കഴിഞ്ഞൊക്കെ വന്ന് ഞങ്ങൾ രണ്ടാളും ചോറൊക്കെ കഴിച്ചാൽ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഒക്കെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടു. പിന്നെ ഞാൻ ടി വി ഓഫാക്കിയിട്ട് ഒക്കെ പോയപ്പോൾ പിന്നെ ഞാൻ ടി വി ഓഫാക്കി ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് പിന്നെ വാതിലടച്ച് ഞാൻ പോയി കിടന്നു. ഞാൻ കുറച്ച് നേരം കിടക്കും. നല്ല ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ഉറങ്ങും, ഇല്ലാന്നുണ്ടെങ്കിൽ ഉറങ്ങില്ല. കാരണം ഡീപ്പായിട്ട് ഇങ്ങനെ ഉറങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തലവേദനിക്കും. മൈഗ്രൈൻ്റെ ആളാണ്, അപ്പോൾ പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അവളെ കൊണ്ട് കിടത്തിയപ്പോൾ അവളങ്ങനെ ഉറങ്ങി. 4 മണിയായപ്പോൾ പിന്നെ കുട്ടികൾ തിരിച്ച് വന്നു. കുട്ടികൾ പിന്നെ വന്നവർ കാര്യങ്ങളൊക്കെ അവർ തന്നെ നോക്കും. ഷൂ ഒക്കെ ഊരി വെച്ച്, മൂത്താൾ പിന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് മടിച്ച് കിടക്കുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ ആൾ വേഗം വന്ന് അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ നോക്കും. ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സൊക്കെ അടുക്കളയിൽ കൊണ്ടുവയ്ക്കും, യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്യും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് വീട്ടിൽ തികഞ്ഞില്ലെന്ന്, മതിയായില്ല. ചിക്കൻ കറി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ വിശപ്പ് മതിയായില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ എന്താണുള്ളത് നോക്കിയപ്പോൾ സേമിയ ഇരിക്കണ്ടായിരുന്നു കുറച്ച്. അപ്പം എന്നാൽ അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ആദ്യം തന്നെ അവർ സ്കൂളിൽ നിന്ന് വന്നാൽ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് വെള്ളം നനച്ചിടാം, അപ്പോഴത്തേക്ക് കുതിരുമല്ലോ എന്ന് കരുതി. പിന്നെ അതൊക്കെ വെള്ളം നനച്ചിട്ടു. പിന്നെ സേമിയപ്പാവ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. അത് ഉണ്ടാക്കിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അത് തിളയ്ക്കാനുള്ള ടൈമിന് കുറച്ച് പാത്രങ്ങൾ കഴുകാമെന്ന് കരുതിയിട്ട് പിന്നെ പോയി കുറച്ച് പാത്രം കഴുകി വെച്ചു. അപ്പോഴത്തേക്ക് പിന്നെ അത് തിളച്ചു. പിന്നെ വന്ന് ബാക്കി സേമിയൊക്കെ ഇട്ടിട്ട് പിന്നെ അവർക്ക് രണ്ടാൾക്കും കഴിക്കാനെടുത്ത് കൊടുത്തു. കഴിക്കാനത്തപ്പോൾ ആദ്യം അവർ സിറ്റ് ഔട്ട് പോയിരുന്നു. പിന്നെ ഹാളിൽ വന്നിരിക്കുന്നുണ്ട്, ടേബിളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ 2-3 ഇടത്ത് കഴിച്ച കാരണം അവിടെയൊക്കെ ഇത്തിരി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ക്ലീൻ ആക്കിയിട്ട് പിന്നെ അടുക്കളയിൽ ആക്കിയതും ഉണ്ടാക്കിയ സാധനത്തൊക്കെ ക്ലീൻ ആക്കാണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പട് കൂട്ടി തീർച്ചയായിട്ടൊക്കെ എണ്ണ ഇങ്ങനെ ആകും. അതെനിക്ക് തീരെ ഇഷ്ടമല്ല, പക്ഷേ വേറെ നിവർത്തിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വിട്ടു. ക്ലീൻ ആക്കിയിട്ട് പിന്നെ ബാക്കി പാത്രങ്ങളും കൂടി കഴുകാണ്ടായിരുന്നു, അതൊക്കെ കഴുകി അവിടെയൊക്കെ തുടച്ച് വിട്ടു. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതി. അപ്പോഴാണ് ഉമ്മ വന്നത്. ഉമ്മ വരുമ്പോൾ ജ്യൂസൊക്കെ അടിച്ചിട്ട് വന്നു. തേങ്ങ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് പൊളിക്കാനുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് ഒറ്റയ്ക്കാവില്ല. അപ്പോൾ പിന്നെ അതിന് വേണ്ടി ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ കുട്ടി കുറച്ച് സേമിയ ബാക്കി വെച്ചു. അപ്പോൾ പിന്നെ അത് കഴിക്കാതിരുന്നപ്പോൾ അവൾ പിന്നെ എണിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ചായ ഉണ്ടായിരുന്നു, ചൂടാക്കി ആ സേമിയയും കഴിച്ചു. അവളവിടെ കിടത്തിയിട്ട് ഞാൻ സേമിയ കഴിച്ചു. അപ്പോഴത്തേക്ക് ഉമ്മ തേങ്ങയൊക്കെ പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുട്ടികളുടെ അടുത്താക്കിയിട്ട് നാളെ പരീക്ഷയാണ്. അപ്പോൾ പിന്നെ അവരെ അവിടെ കുട്ടീൻ്റെ അടുത്താക്കി. അവരവിടെ ഇത് പഠിക്കുകയും ചെയ്യും, അവളവിടെ കിടക്കുകയും ചെയ്യുമല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ എണ്ണക്കടിയൊക്കെ വാങ്ങിയിട്ട് വന്നു. അതൊക്കെ കഴിച്ചു. അതിൽ ചമ്മന്തി പോരാവട്ടെ, അവൻ നല്ല കരച്ചിലാണ്. മൂത്താൾ പിന്നെ സ്റ്റൂളൊക്കെ കഴുകി വെച്ചു. അതിൻ്റെ ഇടയിൽ പിന്നെയൊക്കെ പോയിട്ട് തറവാട്ടിൽ നിന്ന് കുട്ടികളെ കൂട്ടിയിട്ട് വന്നു. കേക്ക് ഉണ്ടല്ലോ, അപ്പോൾ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പോയി. അപ്പോൾ പിന്നെ മുരിങ്ങ കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഊരി വയ്ക്കാൻ, നാളേക്ക് ഉപ്പുവെള്ളം വയ്ക്കാമെന്ന് കരുതിയിട്ട് പിന്നെ ഞാനോട് കുറച്ച് നേരം ഒന്ന് കിടന്നു. അപ്പോഴാണ് ബെഡ്ഷീറ്റ് തോരിട്ടില്ല എന്ന് ഓർമ്മ വന്നു. അപ്പോൾ പിന്നെ അത് തോരിടുകയും ചെയ്തു. തിരുമ്പിയതൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മടക്കി വെച്ചു. പിന്നെ കുറച്ച് നന്നാക്കേണ്ടത് അത് നന്നാക്കി ഞങ്ങൾ പിന്നെ അങ്ങനെ ചോർന്ന് കിടന്നു. ഇതാണ് എൻ്റെ ഒരു ദിവസം. നിങ്ങൾക്ക് ഇഷ്ടമായ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.